അടിക്കല അങ്ങനെ ഇതാര് പെയിന്റ് അടിച്ച മുഖം അവനടി പെയിന്റ് അടിച്ച മുഖത്തിന് അടി കുട്ടി എന്തിനാ എന്നെ അടിച്ചത്? ഹലോ ബ്രോ എല്ലാം ഇടയ്ക്ക് കയറുന്നേ. ബ്രോ ഇടയ്ക്ക് കയറിയത്. ഹലോ കുട്ടിയെ പോടി. വാടാ ഇടിയടാ ഇടിയടാ വാടാ ഇടിയടാ ഇടിയടി ഇടിയടി ഇടിയടാ. എന്താടാ ഇടി നീ ഇടി നീ വാ ഇവിടെ വന്ന് ഇടി വാ ഇടി. എന്റെ കിഴപ്പ് വണ്ടി തുടങ്ങിയ നോക്കട്ടെ. അവൾക്കങ്ങ് കിഴപ്പയാണ് അവളുടെ. അണ്ണനെ ആരെന്ന് മനസ്സിലായാ? ഹലോ കൊച്ചേ എടാ സ്പീഡ് ഒന്ന് കൊടുത്തടാ. അവൾക്ക് മറ്റേ മുതുക്കില് ബാക്കിയുള്ളവര് വരുമ്പോ ഇടിക്കണോന്ന്. അയ്യോ ചുമ്മാ ഇടിയല്ല സിയക്ക് കിഴപ്പ്. ആരെന്ന് മനസ്സിലല്ലേ? ടോക്കിയോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങോട്ട് അവിടെ ഇടി കിടക്കുന്ന എന്തോന്ന് പോയി. അപ്പൊ ഈ കൊച്ചു വന്നിട്ട് എന്നെ ഒരു 5-6 ഇടി ഇടിച്ച്. ഞാൻ ചോദിച്ചു കൊച്ചെന്ത് ഇടിക്കാന്ന് ചോദിച്ചു. നീ എല്ലാടാ ഇടക്കി കയറി വന്നേന്ന്. ഞാൻ പിന്നെ തിരിച്ചു ചന്നം പിന്നെ കിടന്ന് ഇടിച്ചു. ദേവം ഇവളുടെ കൂടെ ഉള്ളവരാ. ഇവളെന്നാ സിയ ടോക്കിയോ സിയ. ചുമ്മാ ഇങ്ങോട്ട് ഇടിച്ചെന്നാ വന്നേ. ഞാൻ ഇപ്പൊ ഇടിച്ചെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീയല്ലേ ഇടയെ കയറി വന്നേന്ന്. ഹലോ കുട്ടി ഇടിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് പുറത്തോട്ടിറങ്ങി സംസാരിച്ചാലോ? എന്തിനാ ഇടിക്കുന്നേ? ഹലോ എന്തിനാണ് ഇടിക്കുന്നേന്ന്? ബ്രോ ഞങ്ങളവിടെ ഇടിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഈ ബ്രോയാണ് ഇടയ്ക്ക് കയറി വന്നത്. ശരാണേ ഈ മുതുക്കുന്ന സേഫ് സോൺ അല്ലേ? ഈ സേഫ് സോണിനകത്ത് ഇടിക്കാൻ പറ്റുമോ രാണ? നമുക്ക് ഇടിക്കാൻ പറ്റുമോ രാണ? സർക്കണ സേഫ് സോണിനകത്ത് ഇടിക്കാൻ പറ്റുമോ? അണ്ണൻ എനിക്കങ്ങനെ പുതിയ അറിവാണ്. കുട്ടിക്ക് അത് മനസ്സിലായി. നല്ല കുടുംബത്തിൽ ജനിക്കണം. അത് ജനിക്കാത്തോണ്ടാണ് ഇങ്ങനത്തെ തൊഴിലൊക്കെ കാണിക്കുന്നത്. എന്റെ മോന്തൊക്കെ നിന്റെ 32 പല്ലിന്ന് 16 വലിച്ച് ഇടിച്ചിടും. ഇതാരാണ് ഒബാമയാ? ആരാണ് തലയിലാരടാ? തലയിൽ തോർത്തൊക്കെ കുറിച്ച് എന്താ തെണ്ടാൻ പോയ തോർത്താണോ തലയിലെടുത്ത് വെച്ചേക്കുന്നേ? എടാ 38 ഇളക്കോടാ പോളാ. നിന്നെ പിടിക്കാൻ അംസക്കുട്ടിയുടെ സാമാനം പിടിച്ചോണ്ടല്ലേ പോലീസ്? അംസക്കുട്ടിയുടെ സാമാനമായിട്ട് പിടിച്ചാലല്ലേ നീ? അംസക്കുട്ടിയുടെ സാമാനമായിട്ട് പിടിച്ചോ മാറിക്ക്. വാ നീ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് വെളിയിറങ്ങണ. വാ വാത്താളം വിട്ടെങ്കിൽ ആണാണ് ഇറങ്ങണ. നിനക്ക് സാമാനം ഇറങ്ങണ. വാ നീ ഇറങ്ങണ. ഓ നീ വാ ഇറങ്ങണ നീ ഇറങ്ങ. കൊണയല്ല വാ ഇറങ്ങ. നമ്മൾ ഇറങ്ങണ. 32 പല്ലെടുക്കാൻ പറ്റില്ലണ്ണ. ഗ്യാങ്ങൊന്നും ഇല്ലല്ലോ. ഗ്യാങ്ങില്ല തെണ്ടി ഇറങ്ങുന്നവരല്ലേ? ഓ സത്യം. അവളുടെ അഹങ്കാരം ഏതോ നിക്കുന്നത്. മോളെ ഇറങ്ങ മോളെ. എന്ത് പറ്റി ഇതിന്റെ തടയിരിക്കുന്നേ? ഇതെന്താ കോഴിക്കോടാണോ മോളെ? കോഴിക്കോടാണോ? എന്താടാ തൊണ്ടയിലെന്താ വലിയോ? വലിയോടാ തൊണ്ട വലിയ പറ്റുമോ? മുതുക്കിന്റെ അകത്ത് ഇടിയിടാൻ പറ്റുമോ? ഞാനാണ് ചോദിക്കുന്നത്. മുതുക്കിന്റെ അകത്ത് ഇടിയിടാൻ പറ്റുമോ? അതോ നിന്നെ പോലെ
ഇതൊക്കെ കണ്ടിയൊക്കെ അങ്ങൊരു ഇതുണ്ടോ? ഇതാണ് പറഞ്ഞത്, ഇതാണ് പറഞ്ഞത്. നീ എന്ന് നിനക്കൊന്നും തലക്കകത്ത് ബുദ്ധിയില്ല, തല ചന്തി വെച്ച് നടക്കുന്നല്ലോടാ നീ. അയ്യേ എന്താണ് തൊണ്ട വളിയാണ് വായി വെച്ച് സാമാൻ ആദ്യം കളിച്ചു കിടന്ന് കരഞ്ഞോണ്ടിരിക്കണം. എനിക്ക് മനസ്സിലാവണില്ല. ചുമ്മാ ആൾക്കാർ നീ എന്ത് മാന്യം കളിക്കണം ഇവിടെ ഇരുന്നിട്ട്. നീ മാന്യം കളിക്കല്ലേ ഇവിടെ ഇരുന്ന്, മനസ്സിലായില്ലേ? നീ നിന്റെ പെണ്ണുപിള്ളേനെയും വിളിച്ചോണ്ട് നീ ഇവിടുന്ന് പുറത്തേക്ക് വാ. നീ നിന്റെ പെണ്ണുപിള്ളേനെ വിളിച്ച് പുറത്തേക്ക് വാ. നീ നിന്റെ ശിഖണ്ഡികളെ വിളിച്ച് പുറത്തേക്ക് വാ. ഇവിടെ കിടന്ന് കുറച്ചോണ്ടിരിക്കുന്ന കാര്യമില്ല. അത് ഇവിടെ പുറത്തേക്ക് വരാൻ കഴിയില്ലേ? എനിക്ക് മനസ്സിലാവില്ല. സരകണ ഏൽപ്പിട്ടാലോ, സരകണ ഏൽപ്പിട്ടാലോ അണ്ണാ, സരകണ ഏൽപ്പിട്ടാലോ. ഇല്ല ഹെൽപ്പിടാ, സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് ഇരിക്കാൻ പറ്റൂല. ഹെൽപ്പിടാണ് അത് സിറ്റിസൺ ആണേ പോലും. ഇങ്ങോട്ട് വന്നെടുത്ത് നമ്മള് വെറുതെ ഇങ്ങോട്ട് വന്നെടുത്ത മൂഞ്ചാ വന്നേക്കുന്ന നാണം കെട്ട. എടാ നീ ഇന്നലെ അമ്മാവന്റെ കൊട്ട കടിച്ചോണ്ട് പോയെന്ന് കേട്ടോ, ആ സത്യമാണോടാ? ഡെക്കുണ്ണ എടാ കൊട്ട കടിച്ചോണ്ടല്ലേ അമ്മാവന്റെ? എടാ കേസാദി സോൾവ് കേട്ടോ, കേസാദി സോൾവ് കേട്ടോ. ഇന്നലെ കൂടെ എച്ചപ്പിലെ അംസക്കുട്ടിയുടെ എന്തോ കൊട്ടമായിട്ടെന്നോ എന്തൊക്കെ പറഞ്ഞായിരുന്നതാ. ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഈ അഞ്ച് പാനിപ്പൂരി കഴിക്കുമ്പോഴത്തേക്ക് വളി വരത്തില്ല, അതാണ് ഇവന്റെ ശബ്ദം. അഞ്ച് പാനിപ്പൂരി കഴിക്കുമ്പോൾ വളി വരത്തില്ലാണ്, അതാണ് ഇവന്റെ ശബ്ദം. ഞാൻ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ട്. സരകണ്ണ കുറച്ച് വെള്ളം അതറിയില്ലേ ഹംസകുട്ടിയുടെ കൊട്ട ആരോ കടിച്ചോണ്ട് തന്നെ. സിറ്റുവേഷൻ ആണെ വിളിക്കാതെ, സിറ്റുവേഷൻ ശരി പട്ടികൾ എന്നെ പിന്നാലെ അണ്ണാ എല്ലാരും ഒന്ന് വണ്ടി എടുത്ത അണ്ണാ, ഹെൽപ്പ് ഇട്ടുണ്ട്. മിക്കവാറും ദൈവം അവരുടെ അടുത്ത് ഇറങ്ങാൻ പറയും. ഇല്ല സിറ്റിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവര് സ്പോട്ട് എടുക്കും അണ്ണാ, അന്നത്തെ പോലെ. അങ്ങനെ ഇറങ്ങിക്കൂടാ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട്. അല്ലല്ല അവര് ഇറങ്ങാതിരിക്കാം, അത് നമുക്കറിയണ്ട. നമുക്ക് മാക്സിമം നോക്കാം. എന്തൊരു പറഞ്ഞാ കണ്ടി ഇവൻ കണ്ടി എന്റെ പൊന്നിനാണോ ഒന്നും പറഞ്ഞില്ല. ഇവന്മാര് ഇടിച്ചിട്ട് മനസ്സിലായ. ഞാൻ കൊച്ച എന്തിനാ ഇടിച്ചെന്ന് എന്ന് ചോദിച്ചണ്ണാ. ഓ ബ്രോ ഒരു സിറ്റുവേഷൻ ബ്രോ ഇപ്പൊ വിളിക്കാം. ഓ അണ്ണാ ഇത് അണ്ണാ ഞാൻ അങ്ങോട്ട് പോയെടുത്തത്. ഞാൻ അവിടെ ഇടി എന്തോ നടക്കുന്നത് പോയി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി 2-3-4 വട്ടം മനഃപൂർവ്വം കിട്ടി. എന്നിട്ട് ഇവൻ തന്നെ അതിന്റെ കൂടെ കിടന്ന് കുണയ്ക്കുകയും ചെയ്ത്. ഞാൻ അതിന്റെ ഇടയിൽ കയറിയപ്പോഴത്തേ എന്തോ ജർമ്മൻ ഷെപ്പേർഡ് വന്നേ മുഖത്ത് പെയിന്റ് അടിച്ചവൻ ആരാന്നുള്ള രീതി ഇവൻ കിടന്ന് കുണച്ച്. ആരാ മറ്റേ അതോ ആ ഡെക്കു കുണ്ണയില്ലേ അതിന്റെ ഇപ്പുറത്തിരിക്കുന്നിടത്തില്ലേ? ഓ പിന്നെ ആര് മറ്റേ പാനിപ്പൂരി കഴിച്ചിട്ട് ഒരു 5 വളി പോകത്തില്ല, അതേപോലെ അവന്റെ ശബ്ദം. ഓ ആ ശബ്ദം കേട്ട് ഡെക്കു അല്ലേ ഇടുത്. എനിക്കത് ഡെക്കു ആയിട്ടാണ് തോന്നിയത്. ഞാൻ പിന്നെ പേരൊന്നും വിളിക്കാൻ നിന്നില്ല.
അല്ലല്ല ഞാനത് ദൈവത്തിനടുത്ത് തെറ്റിട്ടുണ്ട്. അമ്മമാരിപ്പോ ഇറങ്ങിയേ പറ്റൂ. ഇല്ല അതിനുള്ള അവരുടെ അടുത്ത് പോയി പറയാം. എന്തൊക്കെ അടിച്ച് ഞാൻ വെളി ഇറക്കി തരാം, അടിച്ചിട്ട് കൊന്നു. ഓക്കെ അതെ ഞാൻ എവിടെ ആയിട്ട് ഇരിക്കണം? സേഫ് സോണിന്റെ വെളി എവിടെ ഇരിക്കണം? ആ ഭാഗത്തോട്ടില്ല, അവിടെ എടാ സ്പീഡാ 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 എല്ലാരും ഓടറാ, സ്പീഡാ എല്ലാരും ഓടറാ. എടാ അല്ലല്ല അവിടെ സ്പീഡ് തന്നെ, സ്പീഡൻ്റെ രാണ്ട പറഞ്ഞിട്ട് തന്നെ സ്പീഡാ വാടാ, സ്പീഡാ വാടാ. എൻഡി മാർക്ക് ഇവിടെ എവിടെ ഇറങ്ങാൻ ധൈര്യം അമ്മമാർക്ക്? എവിടെ ധൈര്യം ഉണ്ട് അമ്മമാർക്ക്? നമ്മൾ 2-3 പേരും ഉള്ളപ്പോ മറ്റേ 5-6 പേരും വന്ന് മറ്റേ നമ്മള് മറ്റേ തോക്കൊന്നുമില്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് വരുന്ന അടിക്കാല്ല എന്തേലും അറിയാം. ഒന്നും അറിയൂടാ. സിറ്റിസൺസിനോട് ഇറങ്ങി അടിക്കാനായിട്ട്. ഹലോ ദൈവമേ ഞാനിട്ടെ വെറുതെ നിന്നാ നമ്മുടെ അടുത്ത് മറ്റേ 6 ഞെക്കി ഇടിച്ചിടിച്ച് ഞാൻ ചെന്തിനെ ഇടിച്ചെന്ന് ചോദിച്ചു. സേഫ് സോണ്ട് അകത്തിട്ടാണ് ഇടിച്ചത്. അപ്പം പറഞ്ഞു മറ്റേ അവിടെ വെച്ചാ ഇവരുടെ കൂടെ ഉള്ളൊരുത്തൻ ഓൾറെഡി സിറ്റുവേഷൻ ട്രിഗർ ചെയ്ത് മറ്റേ ജർമ്മൻ പട്ടി എന്നൊക്കെ വിളിച്ച് മറ്റേ ജോക്കർ എന്നൊക്കെ വിളിച്ച് മറ്റേ ഒരുമാതിരി ഇതാക്കി. എന്നിട്ട് ഈ അവിടെ നിന്നവരാണെങ്കിൽ മറ്റേ 6 വെച്ച് ഇടിച്ചിടിച്ചോണ്ടിരുന്നു. ഞാൻ ബ്രോ എന്തിനാ ഇടിച്ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ബ്രോ അല്ലേ ഇതിന്റെ ഇടയിൽ കയറി വന്നു. സേഫ് സോണ്ട് അകത്താണേ ബ്രോ, 6 ഇടിച്ച്. അപ്പം അവിടെ ഓൾറെഡി ഞാൻ സംസാരമായി. ഞാൻ പറഞ്ഞ കൊച്ചിനെ ഇടിച്ചു കഴിഞ്ഞാൽ നിന്റെ അടിച്ചിന്റെ 32 വലിയ ഇതാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. എന്നിട്ട് ഇവര് സേഫ് സോണിൽ തന്നെ ഇരിക്കാം, ഇറങ്ങുന്നില്ല പുറത്തോട്ട്. അതൊന്ന് ഇറങ്ങാൻ പറയാം. ഇതോ അവര് 3 പേരും, ഇതോ ആ പെണ്ണും ദോ ആയിരിക്കുന്ന 2 പേരും. കാരണം ഇത് ഇറങ്ങിയില്ലെങ്കിൽ നല്ല ഇല്ല, ഇറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ഷോക്കാണ്. ഹെൽപ്പിട്ടാണോ ദൈവം വന്നിരിക്കുന്നത്? സരക്കണ്ണ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ദൈവം പോലെ സരക്കണ്ണ ഇങ്ങോട്ട് വരുമോ? സരക്കണ്ണ ദൈവം മാർക്ക് ദൈവപ്പിക്കും ദൈവം പോലെ അണ്ണൻ വരുന്നെന്ന് ഇല്ല ബ്രോ. 20 ഓക്കെ ഇതാണത്. ഹലോ അഡ്മിനെ കേൾക്കാമോ? ഒറ്റ മിനിറ്റ്. ട്രിഗർ ചെയ്തോണ്ടിരിക്കുക, പറി വേണം മറ്റേതെന്നും പറഞ്ഞോണ്ടാക്കാം. ഇതൊക്കെ എന്തോന്ന് നമ്മള് ഇത്ര പേര് വെളി ഇറങ്ങി നിൽക്കുവാണ്. ഇല്ല നമ്മളായിട്ട് പോയി എടുത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ ബ്രോ. നമ്മളെ എവിടെ വെറുതെ നിൽക്കുക. അവര് വന്ന് കൂട്ടത്തിലുള്ളവരെ ഇടിച്ച് നമ്മളെ ഒരാളല്ല 2 പേരും ഇടിച്ചപ്പോ ഇടിച്ച കാര്യം എന്താന്ന് ചോദിക്കുമ്പോൾ നീ ഇടയിൽ കയറി വന്നേട്ടെന്ന് പറഞ്ഞ് ചൊറിയാണ്. സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരുത്ത ഉടനെ അങ്ങ് തെറുപറ്റ മറ്റേ നിന്റെ 32 പല്ലും ഞാൻ അടിച്ചിടുകൂടാ മറ്റാണ്ടാന്ന് പറഞ്ഞിട്ട് അവനാണ് ട്രിഗർ ആവുന്നത്. നമ്മളവിടെ കാര്യം ചോദിച്ചോണ്ടിരിക്കുക. എന്നിട്ട് സിറ്റുവേഷൻ ഇപ്പോഴും ഇത് പറയുവാണോ ചന്ദ്രൻ എന്ന് പറയുന്നവര് പറയുവാണോന്ന് പറഞ്ഞ് തെറിയും പിടിച്ചോണ്ട് ഈ ഫീമെയിൽ ക്യാരക്ടറിന് പിന്നെ റെസ്പെക്ട് കൊടുക്കണമെന്നൊന്നും പറയല്ലോ. ഫീമെയിൽ ക്യാരക്ടറാണ് ഇതിനകത്ത് വള്ളി എടുത്തത്. ഫീമെയിൽ ക്യാരക്ടറാണ് ഇതിനകത്ത് വള്ളി അടിച്ചത്. തെറിയൊന്നും പറയത്തില്ല. പക്ഷെ നോർമലി സിറ്റുവേഷനിൽ എങ്ങനെയാണ് എടാ അമ്മടുത്ത് സേഫ്സോണിൽ ഇറങ്ങാൻ പറഞ്ഞു. ഇപ്പൊ ഒരു 3 FH കാണാം, അല്ലേ നമുക്കിത് കാണാം. അണ്ണൻ കേറ് എടാ വണ്ടി എടു. രാത്രി 3 മണിയാകുമ്പോ വരും. ഈ ബൈക്കൊക്കെ എടുത്ത് ബാക്കിൽ കൂടെ പോകാനുള്ള സ്ഥിതിയൊക്കെ ഉണ്ട് പയ്യന്മാർക്ക്. ഓ എടാ പിന്നെ വാണിംഗ് ഫയർ കൊടുക്കണേ. ഒരു വാണിംഗ് കൊടുത്തേക്കാം. അണ്ണ ഇവന്മാർ എന്ത് ഇവിടെ സൈഡിലൊന്നും നിക്കണ്ടേ? അതിന് മാത്രം ആളില്ല, ഒരു 4 പേരും ചേരത്തുള്ളൂ. ഓ അല്ല എന്നിട്ട് കഴപ്പതിന്റെയാണ് കാണിക്കുന്നത്. ചില്ലറ കഴപ്പല്ല അവൾക്ക് ഇങ്ങോട്ടും ചൊറിയുന്നില്ലേ എന്നെ ഇടിച്ചു വണ്ണ. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ 2 ഇടി അങ്ങ് കൊടുത്തപ്പോ പിന്നെ അവൻ മിണ്ടാണ്ട് അങ്ങ് പോയി.
അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഓക്കെ സീനില്ലാന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ അറിയാണ്ട് ഇടിച്ചതെന്ന് വിചാരിച്ചു. എന്നാ ഞാൻ അവിടെ എന്ത് എനിക്ക് ഇവരാണെന്നൊന്നും അറിയാം. ഞാൻ അവിടെ എന്ത് ഇടി ഇടി അവര് പുറത്തേക്ക് ഇറങ്ങൂല. വേണമെന്ന് വിളിച്ച ബാന ആ ചന്ദ്ര വലിച്ച വലിച്ചു സ്പോട്ടി ബേസിൽ ബ്രോ താങ്ക് യു സോ മച്ച് 3.99 SAR സജാദ് ബ്രോ താങ്ക് യു സോ മച്ച് SAR 7.99. 15 മെമ്പേഴ്സ് ആയുള്ളൂ. ഭയങ്കര കുറവ്, വളരെ മോശം. നിങ്ങളൊരു ഭയങ്കര വിഷമം എനിക്ക്. ഈ മെമ്പർഷിപ്പ് ബാർഫുള്ള ഒരു 9 ആയില്ലേ, 9-10 ആയില്ലേ. ചന്ദ്രത അമ്മമാരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവരിറങ്ങൂല. രാത്രി ആരും ഇല്ലാത്തപ്പോ അടിക്കാൻ വരും കേട്ടാ. കൺഫേം ഉണ്ടെങ്കിൽ അതും കണ്ടുവരും. ഏതാ സജാദ് ബ്രോ? അത്രേ ഉള്ളു. ഗോൾ ഈസ് കംപ്ലീറ്റഡ്. ബേസിൽ ബ്രോ ഏതാ? അത്രേ ഉള്ളു. താങ്ക് യു സോ മച്ച് 7.99 ആൻഡ് 3.99. വെടിശബ്ദം കേട്ടെന്ന് പറയുമ്പോ പേടി വരും. സിയുടെ പീടി ഇപ്പത്തും. അത്രേ ഉള്ളു ബേസിൽ ബ്രോ. സജാദ് ബ്രോ അത്രേ ഉള്ളു. ഉമ്മ ഈ സൈഡിലോട്ട് അത്രേ ഉള്ളു. ഗോൾ കംപ്ലീറ്റഡ്. ഉമ്മ ഇന്ന് സൗദി അറേബ്യയിൽ കിടന്ന് മറിയും.